welcome to our beautiful home in Amsterdam. ഇവിടെ ഞങ്ങൾ ആംസ്റ്റർഡാമിൽ വന്നിട്ട് ജോസ് 2-3 വർഷം ആവാറായെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വന്നിട്ട് ഇപ്പം 1.25 വർഷമായി. എനിക്ക് ഭയങ്കര നല്ലൊരു പോസിറ്റിവിറ്റി ആയി വീട്ടിൽ നിൽക്കുമ്പോൾ. എന്തിനാ എല്ലായിടത്തും വിൻഡോസ് ആണ്. എവിടെ നിന്ന് നോക്കിയാലും ഏത് റൂമിൽ നോക്കിയാലും നമുക്ക് വിൻഡോസ് ഉണ്ട്. നല്ല വെട്ടവും വെളിച്ചവും കാറ്റും എല്ലാം കയറി ഇറങ്ങുന്ന ഒരു വീട്. എന്തോ ഭയങ്കര പീസ്ഫുൾനെസ്. ഇവിടെ ഈ വീട്ടിൽ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സമാധാനം. എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും എന്തായാലും ഞാൻ എൻ്റെ വീട് വിട്ട് വരിക, വേറൊരു കൺട്രിയിൽ വരിക, ഇവിടെ വന്നു കഴിഞ്ഞിട്ട് സേഫ്റ്റി ഇഷ്യൂസൊക്കെ എങ്ങനെയായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ സേഫ് ആണോ, വീടൊക്കെ എവിടെയാ, എവിടെ നിന്ന് നടന്ന് വരണം, അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസം ഞാൻ ഇവിടെ എൻറ്റർ ചെയ്തപ്പോഴേ എനിക്ക് ആ ഒരു പേടിയും അതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്ന് പോയി. എന്തിന് വീട് കാണുമ്പോഴും ഇതിൻ്റെ പരിസരവും എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആക്ച്വലി ഒരു നല്ലൊരു സ്ഥലത്താണ്, സേഫാണ്. പിന്നെ ഇവിടെ എല്ലാം ബിൽഡിങ്സ് ഹൈലി സെക്യൂർഡാണ്. അങ്ങനെ ആരും കയറി വരുത്തൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആശ്വാസമായി. അങ്ങനെ എൻ്റെ നേരെ ഫ്രണ്ടിലാണ് മെയിൻ ഡോറിൽ നിന്ന് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നേരെ കാണുന്ന ഈ ഒരു പാസേജാണ്, ഈ ഒരു കോറിഡോറാണ്. ഈ കോറിഡോറിൻ്റെ അപ്പുറം ഇപ്പുറയും കുറേ ഡോർസ് ഉണ്ട്. അതെല്ലാം ഓരോരോ റൂംസും ഓരോരോ ഏരിയ ആണ്. പിന്നെ അങ്ങേയറ്റത്തെ ഏറ്റവും അവസാനം കാണുന്ന ആ ഡോറാണ് നമ്മുടെ ലിവിങ് റൂമിലോട്ടുള്ള ഡോറ്. അപ്പം ഇവിടുന്ന് ഞാൻ തുടങ്ങാം. ആദ്യം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ ഫോയർ ഏരിയ ആണ്. എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് എവിടെ ഇറങ്ങണമെങ്കിലും ഒന്നെങ്കിൽ റെയിൻ ജാക്കറ്റ് വേണം, വിൻ്റർ ജാക്കറ്റ് വേണം, എന്തെങ്കിലും ഒരു ജാക്കറ്റോ അംബ്രല്ലയോ എന്തിനെങ്കിലും ആവശ്യം എപ്പോഴും വേണം. അപ്പം ഇവിടുത്തെ എല്ലാ വീടുകളിൽ ഇങ്ങനത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഷൂസ് വെക്കാം, പിന്നെ നമ്മുടെ ജാക്കറ്റ്സ് എല്ലാം തൂക്കിയിടാം. അപ്പം ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് ഗ്രാബ് ചെയ്തിട്ട് ഇറങ്ങിപ്പോവാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ, ഫോയർ ഏരിയ മിക്ക വീടുകളിലും ഇവിടെ അവർ കൊടുക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഫോയർ ഏരിയ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ കൈകൊണ്ട് ചെയ്തു. അപ്പം ഞങ്ങളുടെ ഫോയർ ഏരിയ ഇത് ആക്ച്വലി ഇതൊരു ഇങ്ങനെ റൂം സ്പേസ് പോലെയാണ്. അപ്പം എൻ്റെ ചെയ്യുമ്പം കാണുന്ന വോൾ ഇതാണ്. ഞങ്ങൾക്ക് വന്നപാടെ ഈ വോള് കിട്ടിയപ്പം ഈ ഗ്രേ കളറില്, ഈ ഗ്രേ കളർ മാത്രം പെയിന്റഡ് ആയിരുന്നു ഈ വോളില്. വോൾ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. എന്തെങ്കിലും വേണം, എന്തെങ്കിലും ഒരു ക്യാരക്ടർ വേണം ഈ വോളിന്, അല്ലെങ്കിൽ പിന്നെ ഒരു രസമില്ല. ഞങ്ങൾക്ക് ഒരു സെന്റർ ടേബിൾ കിട്ടിയായിരുന്നു. ആ ടേബിൾ പെയിന്റ് ചെയ്യാനായിട്ട് വേണ്ടി ഒരു വൈറ്റ് പെയിന്റ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ വൈറ്റ് പെയിന്റിന് മിച്ചം ഇരുന്ന പെയിന്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അല്ലെങ്കിൽ എന്തെടുക്കണം. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കുറേ വാൾപേപ്പേഴ്സ് ഇങ്ങനെ കണ്ടായിരുന്നു, ഇങ്ങനെ ആബ്സ്ട്രാക്ട് ആർട്ട് ചെയ്യുന്ന വാൾപേപ്പേഴ്സും അതും ഇതൊക്കെ. അപ്പം ഞാൻ ഓർത്തു അങ്ങനത്തെ വല്ലതും ചെയ്താലോ, എങ്ങനെ ഇരിക്കും, ഭംഗിയായിരിക്കും എന്ന് വെച്ചുകൊണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ പെയിന്റും വൈറ്റ് കളറാണ് എൻ്റെ അടുത്തുള്ള. അപ്പം ഗ്രേഡ് കൊടുത്ത് വൈറ്റ് പോവുകയും ചെയ്യും. അങ്ങനെ പിന്നെ രണ്ടും തീരുമാനിച്ച് ഈ വാൾ മൊത്തം ഞാനിങ്ങനെ പെയിന്റ് ചെയ്തു. അത് അങ്ങനെ പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഐക്കിയയിൽ ഇങ്ങനത്തെ മിറേഴ്സ് കിട്ടും, കണ്ണാടികൾ. അപ്പം അത് ഞങ്ങൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു. അപ്പം ആ ഒരു ഏരിയ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇപ്പം അത് ആ വാൾ കംപ്ലീറ്റ് ആയ ഒരു ഫീൽ. എന്തിനാ നേരത്തെ അത് ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. അപ്പം കയറി വരുമ്പോഴത്തേക്കും ഫോയർ വാൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് കുറേ ബുക്സും പിന്നെ കുറേ ആക്സസറീസും നമ്മുടെ ചാവിയും അതും ഇതെല്ലാം ഇവിടെ വെക്കുന്നത്. അതിൻ്റെ അപ്പുറമുള്ള വോളാണ് ഇത്. അവിടെയാണ് നമ്മളിങ്ങനെ 2 കസേര വെച്ചിട്ടുണ്ട്. പിന്നെ ജാക്കറ്റ്സ് എല്ലാം തൂക്കാനുള്ളത്, ബാഗ് എന്തെങ്കിലും അത്യാവശ്യമുള്ള അതും അവിടെ വെക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഷൂസൊക്കെ ഇടാം, ജാക്കറ്റ് എടുത്തിട്ട് ഇറങ്ങിപ്പോകാം. ഈ വോൾ കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു വിൻഡോ ആണ്. ഈ വിൻഡോയുടെ ആ കാണുന്നതാണ് മെയിൻ ഡോർ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വാൾ സ്പേസ് ഉണ്ടായിരുന്നു. അവിടത്തേക്ക് ഞങ്ങളിവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ആർട്ട് വർക്ക്, ഇങ്ങനെ ആർട്ട് ഫ്രെയിം, ഈ 2 ഫ്രെയിം ഞങ്ങൾക്ക് താഴെ നിന്ന് കിട്ടിയത് ആരോ അവർക്ക് വേണ്ടാന്ന് വെച്ചിട്ട് പോയി. അപ്പം ഞാൻ ഓർത്തു ഇത് രസമാണല്ലോ, നമ്മുടെ മിററിൻ്റെ കൊടുത്ത് ഇങ്ങനെ കുറേ വലിയ ചെറിയ സൈസിൻ്റെ ഇങ്ങനത്തെ ഫ്രെയിംസ് വെക്കുമ്പോൾ ഒരു രസമായിട്ട് കുർത്തി കാണാനായിട്ട് വേണ്ടി അങ്ങനെ വെച്ച് നോക്കിയപ്പം ഞങ്ങളുടെ ഈ ഒരു തീമിൻ്റെ കുർത്തി പോകുന്നുമുണ്ട്. അങ്ങനെ 3 ഫ്രെയിംസ് ഇരിക്കുന്ന പോലെ തന്നെ തോന്നും. അങ്ങനെ ഈ ഏരിയയിൽ നമ്മൾ മിറർ വെച്ചപ്പോൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോവാം. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫോയർ ഏരിയ. അപ്പം നമ്മളുടെ ഫോയർ ഏരിയയുടെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ ഡോറാണ് നമ്മുടെ ബെഡ്റൂം. അപ്പം ഈ ബെഡ്റൂം
നമ്മൾ ബെഡ്റൂമിലോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ലൈറ്റ് റിഫ്ലക്ഷൻ കാണും. അവിടെ വിൻഡോ തുറന്നിരിക്കുന്നതിന് ഇവിടുത്തെ ലൈറ്റ് അത്രയും നല്ലതല്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്. ഞാൻ നല്ല വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ ഈ സൈഡിൽ ഞാൻ എൻ്റെ വാർഡ്രോബ്, അപ്പോൾ എൻ്റെ എല്ലാം തുണികളും മരുന്നുകളും അതും ഇതും എല്ലാം അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഈ ബെഡിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ ഇങ്ങനെ 2 ചെയറുണ്ട്, ടേബിളുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ അവിടെ നിന്ന് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല വ്യൂ ആണ്. ഫ്രണ്ടിൽ കടലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ഭംഗിയുള്ളൊരു വ്യൂ ആണ്. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ വീഡിയോയ്ക്കകത്ത് ആ വ്യൂ ഉണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ തുറക്കുന്നില്ല. എനിക്ക് തുറന്നിട്ട് പിന്നെ അത് അടയ്ക്കാൻ എനിക്ക് ശരിക്കും അറിയത്തില്ല. അപ്പം ആ വീഡിയോയിലെ ആ ക്ലിപ്പ് ഞാൻ അതിനകത്ത് ഇടുന്നതായിരിക്കും. ആ വാർഡ്രോബിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഏരിയയിലാണ് എൻ്റെ ഡ്രസ്സിങ് ഏരിയ. ഇതും ഒരു ക്യാബിനറ്റ് ആണ്. ഇതും ആർക്കോ വേണ്ടാന്ന് വെച്ചിട്ട് അവരത് കളഞ്ഞു. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തിന് ഈ വീട്ടിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫേർണിച്ചർ പീസ് എന്ന് പറയാം. എനിക്കിത് കുറേ ഇഷ്ടമായി. സംഭവം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഇതിനിങ്ങനെ ക്യൂട്ട് ചെറിയ ഡ്രോസ് ഉണ്ട്. ഇങ്ങനെ എനിക്ക് ആവശ്യമുള്ള എല്ലാ സംഭവം മേക്കപ്പ് റിലേറ്റഡ് ആണെങ്കിലും സ്കിൻ കെയർ റിലേറ്റഡ് ആണെങ്കിലും ട്രാവലിന് പോകുന്ന സമയത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളും ചെറിയ ചെറിയ ട്രാവൽ കിട്ടും അതും ഇതും എല്ലാം അതിൻ്റെ അകത്ത് വെച്ചിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഇരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിങ് ഏരിയ. പിന്നെ എൻ്റെ ബെഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ ജാക്കറ്റ് റാക്സ്. ഇവിടെയാണ് ഞാൻ എൻ്റെ വിൻ്റർ ജാക്കറ്റും പിന്നെ എന്താ പറയുക റെയിൻ ജാക്കറ്റും എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ജാക്കറ്റ്സും പിന്നെ ഇങ്ങനത്തെ ഒരു റാക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ പെട്ടെന്ന് കൊണ്ടുപോകാനുള്ള ബാഗ്സും പിന്നെ കുറേ ബുക്സും പിന്നെ ചിലപ്പോൾ ഒക്കെ ജീൻസൊക്കെ നമ്മൾ ഒരു വട്ടം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെക്കാനും ഇങ്ങനെ തൂക്കിയിടാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ജീൻസും അവിടെ ഇങ്ങനെ ഒരു വട്ടം ഇട്ടതൊന്നും ഞാൻ ചുമ്മാ ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ വെക്കും. എന്നിട്ട് എനിക്ക് പിന്നെയും അത് എടുക്കാനും ഇടാനും എളുപ്പമായതുകൊണ്ട് ആ റാക്സിനകത്ത് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബെഡ്റൂം. ഈ ബെഡ്റൂം എനിക്ക് തന്നെ ലീസ്റ്റ് യൂസ്ഡ് റൂം എന്ന് പറയാം. ഏറ്റവും ചുരുക്കം ഞങ്ങൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മുറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബെഡ്റൂം. ഉറങ്ങാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് വരും. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലിവിങ് റൂമാണ്. ഓക്കെ, അപ്പം ഞങ്ങളുടെ ഫോയർ ഏരിയ കഴിഞ്ഞു. ഞങ്ങളുടെ ബെഡ്റൂം ഇതായിരുന്നു, അതും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാണുന്ന കബോർഡാണിത്. ആ കബോർഡ് ആക്ച്വലി ഞങ്ങളുടെ ഇവിടുത്തെ ഇലക്ട്രിക് പാനലും പിന്നെ വാട്ടർ പാനലോ എല്ലാം വയറിങ് സിസ്റ്റവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിക്കുന്ന ഇവിടെയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം. റൂമിൻ്റെ അകത്ത് നമ്മൾ പൊതുവേ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ തുടയ്ക്കാനുള്ള സംഭവം, തൂക്കാനുള്ള സംഭവം, പിന്നെ നമ്മളുടെ എന്താ പറയുക സൂട്ട് കേസുകളിലെല്ലാം അതിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകില്ല. ഞങ്ങളുടെ ആക്ച്വലി പക്ഷേ എല്ലാം ഇങ്ങനെ ഇരുന്ന് തിങ്ങിയിരിക്കുക. അതിൻ്റെ ഞാനൊരു ചെറിയ ഷോട്ട് ഞാൻ എടുത്തിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത റൂം ഞങ്ങൾ പോകുന്നത് ഇനിയും ജോസിൻ്റെ റൂമിലോട്ടാണ്. ഇതാണ് ജോസിൻ്റെ റൂം. അതുകൊണ്ടാണ് ഇവിടെ ഇതുണ്ടോ ഒരു മെൻസ് ലോഗോ മാത്രം വെച്ചിരിക്കുന്നത്. ജോസ് പറയുന്നത് ഇതെൻ്റെ ഡെന്നാണ്. അപ്പോൾ ഇതെൻ്റെ റൂമാണെന്ന് വെച്ചുകൊണ്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ജോസിൻ്റെ റൂം. അപ്പോൾ ഈ റൂമിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു നീണ്ട ടേബിൾ ഏരിയ ഉണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ജോസിന് കൊടുത്തില്ല ഇവിടെ തന്നെ ആയിരുന്നു വർക്ക് ചെയ്യായിരുന്നു. പിന്നെ എനിക്ക് ഈ റൂം ഇച്ചിരി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന റൂം പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ പിന്നെ ലിവിങ് റൂമിൽ തന്നെയായിരുന്നു എൻ്റെ വർക്ക് ചെയ്യുന്നത്. ജോസ് ഇവിടെയാണ് എപ്പോഴും വർക്ക് ഫ്രം ഹോം ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന പണി ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സ്പേസും പിന്നെ ഇവിടെ ഒരു ബെഡ് സ്പേസ് ഉണ്ട്. ഇത് ആക്ച്വലി സോഫ കം ബെഡാണ്. അപ്പം ആരെങ്കിലും ഗസ്റ്റ് വരികയാണെങ്കിൽ ഞങ്ങളിങ്ങനെ തുറന്ന് വെക്കും, അവർക്ക് അവിടെ കിടക്കാം. ഇല്ലെങ്കിൽ ഞങ്ങളത് സോഫ ആക്കി വെക്കും. അപ്പം അത്രയും സ്പേസ് അവിടെ കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വാളിലാണ് ജോസിൻ്റെ വാർഡ്രോബ് ഉള്ളത്. അതിനകത്ത് ജോസിൻ്റെ എല്ലാം തുണികളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ജോസിൻ്റെ ബുക്ക് ഷെൽഫ്. ജോസ് എപ്പോഴും പറയും, ജോസ് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ഒരു വീടുണ്ടെങ്കിൽ ഒരു ലൈബ്രറി ഏരിയ പോലെ ആക്കും. അങ്ങനെ ബുക്സൊക്കെ ഇവിടെ ഉണ്ട്. അതും കൂടാതെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ഓരോരോ കുപ്പികൾ എന്തെങ്കിലും വൈൻ്റെയോ അതൊക്കെ കൊണ്ടുവരുമ്പോൾ അതും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്.
അങ്ങനെ ഇത് നമ്മളുടെ ലൈബ്രറി ഏരിയ. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നതാണ് ജോസിൻ്റെ ജാക്കറ്റ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ ഉള്ള ജാക്കറ്റ്സ് എല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ജോസിൻ്റെ ഡെൻ, മാൻ കേവ് എന്ന് പറയാം. 2 ബെഡ്റൂംസും കണ്ടു, സ്റ്റോർ ഏരിയ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഈ 2 ഡോറാണ് നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും. അത് രണ്ടും സെപ്പറേറ്റഡ് ആണ് ഈ ഫ്ലാറ്റിൽ. ബാത്റൂമിൽ ഞങ്ങൾക്ക് ഒരു ബാത്ത് ടബ് ഉണ്ട്, ഒരിക്കലുമേ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ക്വൈറ്റ് സ്പേഷ്യസ് ആണ്, എനിക്കിഷ്ടം നമ്മുടെ ബാത്റൂം. അറ്റ്ലീസ്റ്റ് കുറേ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് വേണ്ടി സൈഡിൽ ഇച്ചിരി സ്ഥലമുണ്ട്, നല്ല ബിഗ് സൈസ് മിറർ ഉണ്ട്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ഈ ഡ്രൈ സ്പേസും വെറ്റ് സ്പേസും ഇങ്ങനെ സെപ്പറേറ്റഡ്. അപ്പോൾ നമ്മൾ ഡ്രൈ സ്പേസിൽ നമ്മളിങ്ങനെ കാർപ്പറ്റ് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹോട്ടൽ വൈബാണ് നമ്മൾ കുളിച്ചൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും. അങ്ങനെ ആണ് ബാത്റൂം. ടോയ്ലറ്റ് പിന്നെ ചെറിയൊരു ടോയ്ലറ്റ്. അവിടെ ഞങ്ങളിങ്ങനെ ഇച്ചിരി ബുക്സൊക്കെ വെച്ച് ഫോട്ടോസൊക്കെ, ഒരു ഫോട്ടോ ഫ്രെയിം വെച്ച് ചെടിയൊക്കെ വെച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്യൂട്ട് രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വാളാണ് ഇത്. ഞാൻ ഈ വാളിനെ വിളിക്കുന്ന മെമ്മറി വാളിനാണ്. എന്തിന്, ഞങ്ങളുടെ റിഫ്ലക്ഷൻ അടിക്കുക, ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മെമ്മറീസ് ഞങ്ങൾ ഫോട്ടോസിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ആക്ച്വലി എനിക്ക് ഈ വാൾ മൊത്തം നിറയ്ക്കണം ഇനി ഫോട്ടോസ് വെച്ച്. അപ്പം ഇതിനകത്തുള്ള പിക്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെയും പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം ഒരുമിച്ചുള്ള കിങ്സ് ഡേ, സാന്റോറിനി ഞങ്ങൾ വിസിറ്റ് ചെയ്തതിൻ്റെയും മിലാൻ പോയതിൻ്റെയും, പിന്നെ ഞങ്ങളുടെ വെഡിങ് ഫാമിലി വെഡിങ് പിക്ചറും, പിന്നെ ഇത് ഞങ്ങളുടെ വെഡിങ് ഫോട്ടോ, പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഈ വീടിൻ്റെ ഹൗസ് വാമിങ് പിക്ചർ, ജോസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പിക്ചേഴ്സ്, ഞങ്ങളുടെ ഉറപ്പീരിൻ്റെ, അങ്ങനെ കുറേ നല്ല നല്ല മെമ്മറീസ് ഞങ്ങളിങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഇനിയും ഉണ്ട്, ആക്ച്വലി സമയം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ ഇത് മൊത്തം ഫ്രെയിം ചെയ്ത് ഇങ്ങനെ താഴെ വരെ ആക്കി നിറച്ച് ഈ വോൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ ക്ലിപ്പിൽ കാണിക്കാം ഈ മെമ്മറി പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ആക്ച്വലി ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, എനിക്ക് പല സൈസിൻ്റെ പല ഡിസൈനിൻ്റെ ഫ്രെയിംസ് യൂസ് ചെയ്ത് എനിക്കിവിടെ വെക്കണമായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ബ്ലാക്ക് ഫ്രെയിം തന്നെ വേണം അങ്ങനെ ഇല്ലായിരുന്നു. ഇങ്ങനെ പല ഫ്രെയിംസ് ഇങ്ങനെ വെച്ചാൽ വുഡൻ ഫ്രെയിം വേണം, മിറർ ഫ്രെയിം വേണം, മെറ്റാലിക് വേണം, ബ്ലാക്ക് വേണം, ബ്രൗൺ വേണം, ഗ്രേ വേണം, അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പല സൈസസിലാക്കിയിട്ട് എനിക്കിങ്ങനെ ഈ വാൾ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ ബാക്ക് ഓഫ് ദി മൈൻഡിൽ എനിക്കുള്ളത്. അത് ആക്ച്വലി ഞങ്ങളുടെ മൊത്തം വീടുമായിട്ട് ഇച്ചിരി മാച്ചായി പോകുന്നത് കൊണ്ട് എന്തിന് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് കളർ തീം ഇല്ല. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു നാച്ചുറൽ ഫോറസ്റ്റി വൈബാണ്. എന്തിന് കുറേ ചെടികളുണ്ട് വീടിനകത്ത്, പിന്നെ കുറേ നാച്ചുറൽ മെറ്റീരിയൽസ് ആണ് പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ടേബിൾ ആണെങ്കിലും, പിന്നെ ജോസിൻ്റെ സ്റ്റഡി റൂമിൽ ഇരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ കണ്ടു കാണുമെന്ന്, പക്ഷേ ബുക്ക് ഷെൽഫിൻ്റെ അടിയിൽ ഇങ്ങനെ 4 ബോക്സസ് ഉണ്ട്. അതും ഈ അത് കെയിൻ ഫാബ്രിക്കിൻ്റെ ബാസ്ക്കറ്റ്സാണ്. അപ്പോൾ ഇങ്ങനെ പല നാച്ചുറൽ എലിമെൻറ്റ്സ് ഉള്ള സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സംസാരിച്ച് ശ്വാസം മുട്ടുന്നു. അപ്പോൾ ഈ മുറികളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം മെയിൻ അട്രാക്ഷൻ ഓഫ് ദിസ് ഹൗസ് ഇസ് ആർ ലിവിങ് സ്പേസ്. അപ്പം ലിവിങ് സ്പേസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ. എനിക്കറിയാം ഇപ്പോഴും റിഫ്ലക്ഷൻസ് വരിക, പക്ഷെ ഞാൻ എൻ്റെ വീഡിയോ അല്ലാതെ ഞാനിങ്ങനെ മൊത്തം സ്പേസിൻ്റെ വീഡിയോ എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്ക് ഇച്ചിരി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. അപ്പോൾ ലിവിങ് സ്പേസ് ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കിട്ടിയൊരു സോഫയാണിത്. ഭയങ്കര എക്സ്പെൻസീവ് സോഫയാണ്, പക്ഷേ ഇതിൻ്റെ ഓണർ അമേരിക്കയിലോട്ട് തിരിച്ചു പോയിരുന്നു. അപ്പം ആ പുള്ളി സന്തോഷത്തോടെ ആ സോഫ നമുക്ക് തന്നു. ഈ സോഫ അവർ വാങ്ങിച്ചിട്ട് 1 വർഷമേ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ, എന്നിട്ട് അത് നമുക്ക് തന്നു. അപ്പോൾ ഈ സോഫയുടെ കളറും അനുസരിച്ചാണ് ഞങ്ങൾ മൊത്തം വീട്ടിലെ ഓരോരോ സാധനങ്ങൾ ഇച്ചിരി അതിനോട് ചേർന്ന്. അപ്പോൾ ഗ്രീൻ ആയപ്പം ആക്ച്വലി എനിക്കും ഗ്രീൻ ഇഷ്ടമാണ്, ജോസിനും ഗ്രീൻ ഇഷ്ടം. എനിക്ക് വെച്ചാൽ കളർഫുൾ ആയിരിക്കണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. അപ്പം ഗ്രീൻ്റെ കൂടി പിങ്ക്, യെല്ലോ, പിന്നെ എന്താ പറയുക ബ്രൗൺ, ഈ കളേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ഇൻകോപ്പറേറ്റ് ആവും. അപ്പം ഞങ്ങളുടെ ഈ ലിവിങ് സ്പേസ് ആക്ച്വലി ഈ ഒരു കളർ സ്കീമായി കാണുന്നതൊക്കെ തന്നെ. അപ്പം എനിക്ക് കുറേ ടെക്സ്ചേഴ്സ്, കുറേ പ്രിൻറ്റ്സ്, പക്ഷെ ആ പ്രിൻറ്റ്സും എല്ലാം നമ്മൾ
ഈ നേച്ചർ വൈബുള്ള പ്രിന്റ്സ് ആയിരിക്കണം അങ്ങനെയൊക്കെ. പിന്നെ ടെക്സ്ചേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ത്രോ തന്നെ കണ്ടു, ഇത് ബ്രൗൺ സാക്ക് ത്രോ, ഈ ചാക്കിൻ്റെ തുണിയുടെ ത്രോ ആണ്. ഇതിന് നല്ല ടെക്സ്ചർ ഉള്ളതാണ്. അതേപോലെ തന്നെ ഈ കുഷനും എന്ന് വെച്ചാൽ ഒരു ഇങ്ങനെ കുത്തുള്ള ഇങ്ങനത്തെ മെറ്റീരിയൽ. അപ്പം ടെക്സ്ചേഴ്സ് ഉണ്ട്, പ്രിന്റ്സ് ഉണ്ട്. പ്രിന്റ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഇങ്ങനത്തെ പ്രിൻ്റൊക്കെ ഉള്ള ഈ ട്രോപ്പിക്കൽ പ്രിൻ്റുള്ള സംഭവമൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം എല്ലാം ആക്ച്വലി വെച്ച് വരുമ്പോഴത്തേക്കും അങ്ങ് യോജിച്ച് പൊക്കോളും. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് കുറേ കുഷൻസും വേണം, കുറേ ത്രോസ് വേണം ഇങ്ങനത്തെ. എന്തിനും ഇവിടെ എപ്പോഴും തണുപ്പല്ലേ, അപ്പം തണുപ്പ് സമയത്ത് പുതയ്ക്കാനായിട്ട് വേണ്ടി സോഫയിലിരുന്ന് പുതച്ച് ഇങ്ങനെ സിനിമ കാണാൻ നല്ല രസമാണ്. അപ്പം എല്ലാ സോഫയിലും നമ്മളിങ്ങനെ കുറേ ത്രോസ് ഇട്ടിട്ടുണ്ട്, കുറേ കുഷൻസ് ഉണ്ട്. പിന്നെ ഈ ടേബിളാണ് ഞാൻ പറഞ്ഞ, ഞങ്ങൾക്ക് ഈ ടേബിളും കിട്ടി. ഇത് ആക്ച്വലി വുഡൻ ഫ്രണ്ട് ആയിരുന്നു, ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ വുഡിൻ്റെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങളിത് വൈറ്റ് ചോക്ക് പെയിൻറ്റ് കൊണ്ട് വൈറ്റ് പെയിൻറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അത് ഇച്ചിരി ഇങ്ങനെ എസ്തെറ്റിക്കലി നമുക്ക് നല്ല ഭംഗിയാണ്. അത് കൂടാതെ അതുമല്ല, എനിക്ക് നല്ല വലിയ സെൻറ്റർ ടേബിൾ വേണമെന്നായിരുന്നു. അപ്പം നല്ല വലിയ സൈസായത്, ഓൾമോസ്റ്റ് ഇതെനിക്ക് വന്നേ ഒരു 4 അടി ബൈ 4 അടിയുടെ വലിയ ടേബിളാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ സെൻറ്റർ പീസ് പോലെ ഇങ്ങനെ ഇച്ചിരി സാധനം ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ചെടിയുണ്ട്. എൻ്റെ സെൻറ്റർ ടേബിളിൽ ഈ ജിപ്സും എനിക്കിത് ഫ്രഷ് ജോസിൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഇത് തന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് ഫ്രഷ് ആയിട്ടിരുന്നത്. പക്ഷെ അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ഇഷ്ടമാണ്, നല്ല രസം. പക്ഷേ തൊടാൻ പാടില്ല, തൊട്ടാൽ ഇതിങ്ങനെ പൊടിഞ്ഞ് വീഴും. അപ്പം ഞാനിതിങ്ങനെ സൂക്ഷിച്ച് ഞങ്ങളുടെ സെൻറ്റർ ടേബിളിൽ നടുക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കോറിഡോറിൽ നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ക്യൂട്ട് സാധനം ഞാൻ കാണിക്കട്ടെ. ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഡോർ സ്റ്റോപ്പറാണ്. ഇതിങ്ങനെ ഇച്ചിരി വെയിറ്റ് ഉള്ളൊരു സാധനമാണ്, പക്ഷെ നല്ല രസമല്ല ഇത് കാണാൻ. അപ്പം ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഞാനതിങ്ങനെ ഇവിടെ വെക്കും. എന്നിട്ട് ഇവിടെ കുറേ കാറ്റ് വരും, നമ്മൾ ജനൽ തുറന്നിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാറ്റ് കൊണ്ട് അടയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ മറ്റേ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന പോണക്കത്തെ ഡോർ സ്റ്റോപ്പേഴ്സ് ഇല്ല. അപ്പം ഈ സാധനം വാങ്ങിച്ച് ഞാൻ അങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന വോളിലാണ് നമ്മൾ പ്രെയർ ഏരിയ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെയാണ് കുരിശ് വരയ്ക്കുന്നതൊക്കെ ഇങ്ങനെ. അപ്പോൾ അവിടുന്ന് റൈറ്റിലോട്ട് തിരിയുമ്പം ഞങ്ങളുടെ TV യൂണിറ്റ്. ഈ TV യൂണിറ്റിനകത്ത് നിറച്ചും ബുക്സൊക്കെ തന്നെയാണ് ജോസിൻ്റെ. പിന്നെ അതുകൂടാതെ ഞങ്ങളിങ്ങനെ ഓരോരുത്തർ കറങ്ങാൻ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഓരോരോ സാധനങ്ങളിങ്ങനെ വാങ്ങിക്കും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. അവിടെ ഒരു ചെടിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഞങ്ങളുടെ വേറെ സൈഡ് ഷെൽഫ്. ഈ കാണുന്ന ഗിത്താർ ജോസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഞങ്ങൾക്കൊരു തട്ട് പോലെ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സോഫയുടെ ഒരു പാർട്ട്. അവിടെ ഞങ്ങൾക്കൊരു ലാമ്പും കോർണർ ലാമ്പും ഒരു സൈഡ് ടേബിളും പോലെ ഉണ്ട്. അപ്പോൾ അവിടെയും ചെടി അലോവേര വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതാണ് ഞങ്ങളുടെ പച്ച സോഫ. അതിൻ്റെ സൈഡിലും ഞങ്ങൾക്ക് കുറേ ചെടികളും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഈ സ്പോട്ട്. എനിക്ക് കുറേ ഇഷ്ടമായി ഈ ഏരിയ. ഇവിടെ ഇരുന്നാൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ എനിക്ക് ഒത്തിരി ഇഷ്ടം. നമ്മളുടെ ഈ വിൻഡോ ഇങ്ങനെ ഫുൾ ലെങ്ത് വിൻഡോ അല്ലേ, അപ്പം നമ്മളുടെ വ്യൂ ബ്രേക്ക് ആവുന്നില്ല. നമ്മളിപ്പോൾ വെളിയിലോട്ട് നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി മൊത്തം നമുക്ക് കാണാൻ പറ്റും പുറത്തോട്ട്. അപ്പോൾ എനിക്ക് ഈ ഏരിയ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് ജനൽ തുറക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും. ഇവിടുന്ന് എൻ്റെ കൈ കാണാം. ഈ ഏരിയയിൽ നിന്നാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആക്ച്വലി ഫ്ലൈറ്റിൽ നിന്ന് ഞങ്ങളുടെ ബിൽഡിംഗ് കണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഫ്ലൈറ്റും ഇങ്ങനെ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മുകളിൽ ആകാശത്ത് ഇങ്ങനെ നോക്കിയിരിക്കും, ഫ്ലൈറ്റ് പോകുന്നതും വരുന്നതും. ഇപ്പം നോക്കും മഴക്കാർ ഇങ്ങനെ കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഈ വ്യൂ ആണ്.
പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാണ്ടോ, ഇത് വേറെ ചെടി. ഇതും എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഹൗസ് വാമിങ്ങിന് ജോസിൻ്റെ ഫ്രണ്ട്സ് തന്ന പൂവാണിത്. എന്നിട്ട് ഞാനത് അന്ന് തൊട്ട് ഇങ്ങനെ വെച്ചിട്ട് ഡ്രൈ ആയിട്ട് ഞാനതങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. ഇതിനൊരു ഭംഗിയാണ് ഡ്രൈ ഫ്ലവേഴ്സ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ. പിന്നെ അതേപോലെ ഞങ്ങളുടെ ഈ ലൈറ്റും എനിക്ക് കുറേ ഇഷ്ടമാണ്, കെയിൻ ലൈറ്റ്. ഇതിങ്ങനെ ഒരു നാച്ചുറൽ ഫൈബറിൻ്റെ ഉണ്ടാക്കിയ ലൈറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോരോ മറ്റീരിയൽ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും ഇച്ചിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഇച്ചിരി ഒരു പൊരുത്തപ്പെട്ട് പോകുന്ന രീതിയിലത്തെ സംഭവങ്ങളാണ്. പിന്നെ ആ പുറകെ കാണുന്ന പെയിൻറ്റിങ് ഞാൻ ചെയ്തതാണ്. പക്ഷേ അതിപ്പം വെയിലുമുണ്ട് അതെല്ലാം ഇങ്ങനെ ചില ഭാഗത്തൊക്കെ അതിൻ്റെ കളറൊക്കെ മങ്ങാൻ തുടങ്ങി. പിന്നെ ജോസിനോട് ചോദിച്ചാൽ അവൻ എൻ്റെ ഈ പെയിൻറ്റിങ്ങിനെ കുറേ കളിയാക്കും. അപ്പം ഞാനിത് ഒത്തിരി സൂം ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ. ആക്ച്വലി ഇത് നമുക്ക് വലുതും ആക്കാം. 6 പേർക്കും ഇരിക്കാം, 4 പേർക്കും ഇരിക്കാം, അങ്ങനത്തെ ഏരിയ. അതിൻ്റെ ഇപ്പുറത്ത് വരുന്നതാണ് ഞങ്ങളുടെ ബാൽക്കണി ഏരിയ. ഇതെനിക്ക് കുറേ ഇഷ്ടപ്പെട്ട ഒരു കോൺസെപ്റ്റ്. എന്തായാലും ഞങ്ങളുടെ ബാൽക്കണി സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡോർ അടച്ചാൽ മതി. സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഡോറ് തുറന്നിങ്ങനെ വെച്ചാൽ നമ്മുടെ ഹോൾ ഏരിയ ഭയങ്കര വലുതായിട്ടും തോന്നും. എന്നുവെച്ചാൽ ഹോളും ബാൽക്കണിയും സെപ്പറേറ്റ് ആവുന്ന ഈ ഒരു ഡോറും കൊണ്ട് മാത്രം. അപ്പോൾ ഇത് തുറന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ ലിവിങ് ഏരിയ ഇച്ചിരി വലിപ്പം തോന്നിക്കും. അപ്പം എനിക്ക് ഈ ലിവിങ് ഏരിയ കുറേ ഇഷ്ടം. എന്തായാലും ഞാൻ പൊതുവേ എൻ്റെ യോഗ മാറ്റ് ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ വെളിയിലത്തെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ്. തുണിയൊക്കെ അലക്കുന്നത് വിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇതും തുറക്കാം, പക്ഷേ അവിടെയൊക്കെ ഇച്ചിരി മെനക്കേട്. എനിക്ക് ഈ സംഭവം തുറന്നാൽ പിന്നെ എനിക്കത് അടയ്ക്കണം. ഇതിനപ്പുറത്തെ നെയ്ബറിൻ്റെ വ്യൂ ആണ്. അപ്പോൾ എനിക്ക് എപ്പോഴും അത് തുറന്നിടുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അത് അടച്ചു വെക്കും അങ്ങനെ. അപ്പോൾ നമ്മളുടെ ലിവിങ് ഏരിയ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളുടെ ബാൽക്കണി, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമ്മളുടെ ഡൈനിങ് സ്പേസ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കുമാണ് ഞങ്ങളുടെ കിച്ചൺ. ആക്ച്വലി ഇങ്ങനെ ഓപ്പൺ കിച്ചണാണ്. അപ്പം ഇത് ലിവിങ് ഏരിയ, കിച്ചൺ. ഈ ഒരു വാൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു വാളും ചെറിയൊരു വാൾ എക്സ്റ്റൻഷൻ. ആ വാളിലാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രെയർ യൂണിറ്റ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ കിച്ചൺ ഇങ്ങനെ എൽ ഷേപ്പ് കിച്ചണാണ്. ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട്. ഇത് നമ്മുടെ ഫ്രിഡ്ജാണ്, ഇൻബിൽട്ടാണ്. ഇത് ഫ്രീസർ, അതും ഇൻബിൽട്ടാണ്. ഓവൻ ഓൾറെഡി ഉണ്ട്. ഇത് സ്റ്റോറേജ് ക്യാബിനറ്റ്സ് ആ മുകളിലും താഴെയായിട്ട്. ഇവിടെ നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റൗ ആണുള്ളത്. പിന്നെ ഈ സ്പൂണും ഇതിനൊക്കെ ആവശ്യത്തിന് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള ഈ ക്യാബിനറ്റ്സിനകത്തേക്കും. പിന്നെ ഈ കാണുന്ന ഏരിയ ആണ് നമ്മുടെ ഡിഷ് വാഷർ ഏരിയ. സിങ്ക് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ മസാലകൾ മൊത്തം ഉണ്ട് ഇവിടെ. കണ്ട, ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് ഞാൻ ഇച്ചിരി മസാലകൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ആ ഇരിക്കുന്ന ചിക്കനാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചിരിക്കുക. പിന്നെ ഈ പ്രാവശ്യം പോയിട്ട് വന്നപ്പോൾ ഞാൻ കുക്കറും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഭയങ്കര സന്തോഷം കുക്കർ വന്നതിൻ്റെ. അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഗ്ലാസും ഇതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ ഏരിയ. ഈ കിച്ചൻ്റെ ഇവിടെ ചിമ്മിനിയുടെ ഇവിടെ ജോസ് കറങ്ങാൻ പോയ സ്ഥലങ്ങളിലെല്ലാത്തിനും ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ ഒട്ടാത്തതുകൊണ്ട് ഞങ്ങളത് ഈ ചിമ്മിനി മാഗ്നറ്റാക്കി. അങ്ങനെ അതാണ് ഞങ്ങളുടെ കിച്ചൺ ഏരിയ. ഞങ്ങളുടെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കുറേ ആഗ്രഹിച്ച് കുറേ പ്രാർത്ഥിച്ച് കിട്ടിയൊരു വീടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ താമസിക്കുമ്പോഴും ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.